നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കുട്ടിയുണ്ടല്ലേ? അതെ. അതിനെ ആര് വളർത്തും? കുട്ടിയെ ഞാൻ തന്നെ വളർത്തുന്ന. ഡിവോഴ്സ് എന്ന തീരുമാനം ആരെടുത്തതാ? കാർത്തികാണോ അതോ മൈഥിലിയോ? കാർത്തികാണോ പരസ്പരം പിരിയാന്നുള്ള തീരുമാനം എടുത്തത്? അല്ല, ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. നേരാണോ മൈഥിലി? മൈഥിലി, ഈ തീരുമാനം നിങ്ങൾ ഒരുമിച്ചെടുത്തതാണോ എന്ന്? ഈ ഡൈവേഴ്സ് നിങ്ങൾ അടിച്ചേൽപ്പിച്ചതാണോ എന്ന്? അല്ല, ഒരിക്കലും അല്ല. ഞാനാണ് ഡിവോഴ്സ് എന്ന ആവശ്യം ആദ്യം കാർത്തികിന്റെ മുന്നിൽ വെച്ചത്. കാർത്തിക്കിനും അതേ തീരുമാനമാണോ? അതെ മാഡം. ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത തരത്തില് ഞങ്ങൾ മനസ്സുകൊണ്ട് അകന്നുപോയി. ഇനിയുള്ള കാലം നല്ല ഫ്രണ്ട്സായിട്ട് തുടരണം. അതാ ഞങ്ങളുടെ ആഗ്രഹം. മൈഥിലിക്കോ? അതെ മാഡം. ഒരു കുട്ടിയായതിനു ശേഷം നിങ്ങളുടെ ഈ തീരുമാനം ഏതായാലും നല്ലതല്ല. ഇത്തരം തീരുമാനങ്ങളൊന്നും മാതൃകാപരമല്ല. കുട്ടികളുള്ള ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിക്കരുത് എന്നൊരു നിയമം തന്നെ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം പരസ്പരം പിരിഞ്ഞു പോകുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ വളരുന്നത് അനാഥരായിട്ടാണ്. കുട്ടികളെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തേണ്ടത് അവരവരുടെ മാതാപിതാക്കൾ തന്നെയാ. അല്ലാതെ വളരുന്ന കുട്ടികൾ തന്നിഷ്ടക്കാരും തോന്നിവാസികളുമായി വളരും. ഭാവിയിൽ ഒരുപക്ഷെ അവർ ക്രിമിനൽ ആയിരിക്കും. പരസ്പരം പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിച്ചു വന്ന ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് ചേരുന്നതാണ് ദാമ്പത്യ ജീവിതം. പ്രശ്നങ്ങളും പിണക്കങ്ങളും സ്വാഭാവികം. പരസ്പരം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ടു പോണം. എല്ലാ കുടുംബങ്ങളും നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാ. പിരിയണോ ഒരുമിച്ച് ജീവിക്കണോന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആലോചിക്കണം. 3 മാസത്തെ സമയം തരും. അപ്പിയർ ഇൻ കോർട്ട് ആഫ്റ്റർ 3 months. കാർത്തിക് സാറേ, എനിക്ക് 1-2 കേസുകൾ വേറെയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോവാ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ശരി. ശരിക്കും താങ്ക് യു പറയേണ്ടത് മൈഥിലിയോടാ. താങ്ക് യു മൈഥിലി. വെൽക്കം കാർത്തിക്. മൈഥിലിയുടെ ഈ വലിയ മനസ്സിനെ ഞാൻ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കൺഗ്രാറ്റുലേഷൻസ് മൈഥിലി. എന്റെ കാർത്തിയുടെ സന്തോഷമല്ലേ എനിക്ക് പ്രധാനം. കാർത്തിയുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ വൈകമോളാണ് സത്യം. ഇത്തരം കാര്യങ്ങളിലൊന്നും കുഞ്ഞിനെ പിടിച്ച് സത്യം ചെയ്യരുത്. അതെനിക്കിഷ്ടമല്ല. മീനാക്ഷി. മീനാക്ഷി, ഏട്ടനെവിടെയാ? ഞാനിവിടെ കോടതി മുറ്റത്ത്. കേസിന്റെ കാര്യമൊക്കെ എന്തായി? കേസൊക്കെ കഴിഞ്ഞു. അവള് ഡിവോഴ്സിന് സമ്മതിച്ചോ? സമ്മതിച്ചു. ജഡ്ജിയുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചു. Oh my God.
എന്നാ വേഗം ഇങ്ങോട്ട് വാ. ആ ശരി ശരി. ശരി. മൈഥിലി വാ പോവാം. സമ്മതിച്ചിട്ടില്ലെന്നോ? നീ എന്തോടി പറയുന്നേ? ഡിവോഴ്സിന് മുമ്പുള്ള കൗൺസിലിംഗിന് വിട്ടിരിക്കാം ഞങ്ങളെ. വിവാഹമോചനം വേണോ വേണ്ടോ എന്ന് ആലോചിക്കാനാ കൗൺസിലിംഗ്. ഞാൻ ആലോചിക്കട്ടെ. എന്തായാലും എന്നെ വിരട്ടി ഡിവോഴ്സ് നേടാനൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാ. മുട്ടോളം നനഞ്ഞതുകൊണ്ട് മുങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ നാണം കെടുത്തിയതിനും വാക്കുകൾ കൊണ്ട് 1000 പ്രാവശ്യം മുറിവേൽപ്പിച്ചതിനും കണക്ക് തീർക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. സാവിത്രി അടങ്ങ്. അവളുടെ ഒരു ധിക്കാരം കണ്ടില്ലേ? ഈ ഗെയിമിൽ ഇപ്പൊ വിജയിച്ചു നിൽക്കുന്നത് ഞാനാ. പന്ത് എന്റെ കോർട്ടിലാ. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. ഡിവോഴ്സ് നടക്കാതെ കാർത്തി മീനാക്ഷിയെ കല്യാണം കഴിച്ചതുകൊണ്ട് അവന്റെ ജോലി പോവാതെ നോക്കേണ്ടത് നിങ്ങളാ. പ്രതികാരം വേണോ അതോ മാന്യമായി മടങ്ങിപ്പോണോന്ന് ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്നോട് കാണിക്കുന്ന പ്രവൃത്തി പോലെ ഇരിക്കും. Do you understand what I said? ഇവൾ ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഏതെങ്കിലും കൊട്ടേഷൻകാരെ കൊണ്ട് ഇവളുടെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചാലോ അമ്മേ? അതൊന്നും നമ്മുടെ രീതിയല്ലല്ലോ മോളെ. പിന്നെ എന്ത് ചെയ്യും അമ്മേ? ഇവളീ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണല്ലോ. ഇതൊരു തരം ബ്ലാക്ക് മെയിലിംഗാ, യാതൊരു സംശയവുമില്ല. എന്റെ മകൻ കാർത്തി സമാധാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയതുകൊണ്ടാ ഈ കുഴപ്പമൊക്കെ. അല്ലെങ്കിൽ ഈ സാവിത്രി മിനിറ്റ് വെച്ച് ഇവളെ അടിച്ചു പുറത്താക്കിയേനെ. നാശം പിടിക്കാൻ. ഞാൻ ഇവളുടെ മനസ്സ് മാറ്റാൻ മറ്റൊരു വഴി ആലോചിക്കേ. എന്ത് വഴി അമ്മ? നമ്മുടെ കാരക്കാട്ട് മനക്കൽ സൂര്യനാരായണൻ തിരുമേനി ഒന്നാം തരം ജ്യോതിഷ പണ്ഡിതം കൂടിയാ. ഈ വിവരം നമുക്ക് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തെങ്കിലും പ്രതിവിധി അദ്ദേഹം പറയാതിരിക്കില്ല. മന്ത്രം കൊണ്ട് മാറുന്നതാണോ അമ്മ ഇതൊക്കെ? അന്ധവിശ്വാസമാണെന്ന് കരുതണ്ട മോളെ. ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഇല്ലാതിരിക്കൂ. എന്തായാലും അമ്മ ആ തിരുമേനി ഒന്ന് വിളിക്ക. എന്ത് മാർഗം സ്വീകരിച്ചായാലും ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.